നമസ്കാരം. പരസ്യ പ്രചാരണത്തിന് ഇനി 2 നാൾ. ഏപ്രിൽ 9-ന് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ ജനവിശ്വാസത്തിൽ ആരാണ് മുന്നിൽ? പ്രവചനങ്ങൾ അസാധ്യമാകുമ്പോൾ ആർക്കാണ് ആശങ്കയും ആത്മവിശ്വാസവും പ്രതീക്ഷയും കൂടുതൽ? അവസാന ലാപ്പിൽ അടിയൊഴുക്കുകളും അട്ടിമറികളും ശക്തമാണോ? സമഗ്രമായി നോക്കാം. ടോപ് 10 ആദ്യം 10 പ്രധാന തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ആവേശ കൊടുമുടിയിൽ. റോഡ് ഷോയുമായി കളം നിറഞ്ഞ ദേശീയ നേതാക്കൾ. പരസ്യ പ്രചാരണത്തിന് ഇനി 2 നാൾ മാത്രം. ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന അഭിപ്രായ സർവേകൾ തള്ളി UDF. NDA ക്യാമ്പിന് ആവേശമായി അമിത്ഷാ. കോഴിക്കോടും എറണാകുളത്തും തിരുവനന്തപുരത്തും പ്രചാരണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDF-ഉം UDF-ഉം പരസ്പരം സഹായിക്കുന്നെന്ന് അമിത്ഷാ. കേരളത്തിനു വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എന്ത് ചെയ്തെന്ന് അമിത്ഷാ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ഇടുക്കിയിലും കൊല്ലത്തും. FCRA ബില്ല് ന്യൂനപക്ഷത്തെ ലക്ഷ്യം വെച്ചെന്ന് മല്ലികാർജ്ജുൻ ഖർഗെ. പാർട്ടിയിലെ കൊഴിഞ്ഞുപോക്ക് തെറ്റുതിരുത്തൽ വേണമെന്നതിന്റെ സൂചനയെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. തൃശൂർ വാടാനപ്പള്ളിയിൽ നാടകീയ രംഗങ്ങൾ. വീണ്ടും BJPയുടെ കിറ്റ് വിതരണമെന്ന് കോൺഗ്രസ്. വാടാനപ്പള്ളിയിൽ BJP നേതാവ് ദേവനെ അടക്കം വ്യാപാരിയുടെ വീട്ടിൽ തടഞ്ഞുവെച്ച് കോൺഗ്രസ്. സ്ഥാനാർത്ഥി TN പ്രതാപൻ അടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകർ അറസ്റ്റിൽ. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെ പോലീസുമായി ഉന്തും തള്ളും. കിറ്റ് നൽകിയവർ ഇപ്പോഴും പുറത്തെന്ന് TN പ്രതാപൻ. കിറ്റ് കസ്റ്റഡിയിലെടുത്ത് പോലീസ്. ആരോപണം തോൽക്കുമെന്നുള്ള ഭയം കൊണ്ടെന്ന് BJP. കർണാടക കുടകിൽ ട്രെക്കിങ്ങിനിടെ കാണാതായ നാദാപുരം സ്വദേശിനി ശരണ്യയെ 4ാം ദിനം വനമേഖലയിൽ നിന്ന് കണ്ടെത്തി. വഴിതെറ്റിയെന്നും പേടി തോന്നിയില്ലെന്നും ശരണ്യ. വീട്ടുകാരുമായി ഫോണിൽ സംസാരിച്ചു. ശരണ്യയുടെ ആരോഗ്യനില തൃപ്തികരം. പ്രതിസന്ധി മറികടക്കാൻ ഇറാനിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാൻ ഇന്ത്യ. ഇന്ധനവുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടന്നു. ഇറാനിൽ തകർന്നു വീണ സൈനിക വിമാനത്തിലെ 2ാമത്തെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന് അമേരിക്ക. കുവൈറ്റിൽ 2 പവർ പ്ലാന്റിൽ ഇറാന്റെ ആക്രമണം. ബഹ്റൈനിലും അബുദാബിയിലും ഇന്നും ആക്രമണം. എൻ്റെ സഹോദരങ്ങളെ, ഒരു പുതിയ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മശിഹ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ശത്രുക്കളെ പിന്നിലേക്ക് അടിച്ചോടിച്ചിരിക്കുന്നു. യേശുവിന്റെ ഉയർപ്പ് സ്മരണയിൽ വിശ്വാസികൾ. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും ശുശ്രൂഷകളും. വിദ്വേഷത്തെയും വെറുപ്പിനെയും പുറത്താക്കണമെന്നും ലോകത്ത് സമാധാനം പുലരണമെന്നും മാർപ്പാപ്പ. പുതിയ നിയമങ്ങൾ വരുന്ന കാലത്ത് ഒരു വോട്ടും പാഴാക്കരുതെന്ന് വിശ്വാസികളോട് ക്ലീമീസ് കാതോലിക്ക ബാവ. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം ആനയറ സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയവും വൃക്കകളും ഉൾപ്പെടെയുള്ള അവയവങ്ങൾ ദാനം ചെയ്തു. ഹൃദയം മാറ്റിവെച്ചത് കോട്ടയം കുമരകം സ്വദേശി അരുണിന്. IPL-ൽ ലക്നൌവിന് ആദ്യ ജയം. ഹൈദരാബാദിനെ തോൽപ്പിച്ചത് 5 വിക്കറ്റിന്. വിജയശില്പിയായി ക്യാപ്റ്റൻ ഋഷഭ് പന്ത്. 2ാം മത്സരത്തിൽ ബംഗളൂരുവിനെതിരെ ചെന്നൈക്ക് 251 റൺസ് വിജയലക്ഷ്യം. യുവനടിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ ചിത്രീകരണ സ്ഥലങ്ങളിലും കാരവനിലും എത്തിച്ച് തെളിവെടുത്തു. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ രഞ്ജിത്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് രഞ്ജിത്ത്. സെറ്റിലുണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കും. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷ മറ്റന്നാൾ പരിഗണിക്കും. സ്റ്റോറി ഓഫ് ദി ഡേ. ഇത്തിരിയിൽ നിന്ന് ഒത്തിരി നേടുന്ന ഗ്രാമീണർ.
മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യാസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യാസ് പ്രൈഡ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണാവേശം കൊടുമുടിയിലാണ്. ദേശീയ നേതാക്കളെല്ലാം റോഡ് ഷോയുമായി ഇന്നും സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ കളം നിറഞ്ഞു. പരസ്യ പ്രചാരണത്തിന് ഇനി 2 നാൾ മാത്രമാണുള്ളത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്ന അഭിപ്രായ സർവേകൾ തള്ളുകയാണ് UDF. വിശദാംശങ്ങളും വിവരങ്ങളുമായി വിശകലനങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഇനി 2 നാൾ മാത്രമാണ് പരസ്യ പ്രചാരണത്തിന്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനത്തെ വിവിധ മണ്ഡലങ്ങളിൽ താരപ്രചാരകരുടെ റോഡ് ഷോയും പൊതുയോഗവും ഒക്കെ ആയിരുന്നു. ഇനി അങ്ങോട്ട് അത് ആവേശത്തിൻ്റെയും അതുപോലെ തന്നെ ആശങ്കയും കണക്കുകൂട്ടലുകളും പ്രതീക്ഷകളും ഒക്കെ ആയിരിക്കും. ഒപ്പം തന്നെ അടിയൊഴുക്കുകളുണ്ടാകാം, അട്ടിമറികളുണ്ടാകാം. അങ്ങനെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ്? അമ്പിളി, അത് തന്നെയാണ്. ഈ 2 ദിവസം മാത്രമാണ്, അതായത് പരസ്യ പ്രചാരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. തിങ്കളും ചൊവ്വയും ഏറ്റവും നിർണായകമായ 2 ദിവസം. ഈ അവസാന ലാപ്പിൽ നേതാക്കന്മാരൊക്കെ തന്നെയും നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി, അതിനു പിന്നാലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് 3 റീജിയനിലാണ്. അതായത് തലസ്ഥാനത്ത് വരുന്നു, തിരുവനന്തപുരം തെക്കൻ ജില്ല കേന്ദ്രീകരിക്കുന്നു, ഒപ്പം തന്നെ എറണാകുളത്ത് വന്നു, മധ്യ തിരുവിതാംകൂർ കേന്ദ്രീകരിക്കുന്നു, കോഴിക്കോട് പോയി മലബാർ മേഖല കേന്ദ്രീകരിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് 3 റീജിയനിലൊക്കെ തന്നെ അവസാന ലാപ്പിൽ ചെല്ലുന്നു. അവിടെയൊക്കെ തന്നെയും പല വിവിധ വിഷയങ്ങളാണ് ഇടതു വലതു മുന്നണികൾക്കെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു അവസാന ലാപ്പിൽ അമിത്ഷാ. ശബരിമല സ്വർണ്ണക്കൊള്ളായി 3 പോയിടത്തും വലിയ രീതിയിൽ തന്നെ ആ രീതിയിൽ ഒരു പ്രചാരണം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. NDA അധികാരത്തിൽ വരികയാണെങ്കിൽ ഇടതു വലതു മുന്നണികളെ ശബരിമല സ്വർണ്ണം കട്ടവനെയും അതോടൊപ്പം തന്നെ അത് വിൽക്കാൻ ശ്രമിച്ചവനൊക്കെ തന്നെ തന്നെ 2 മാസത്തിനുള്ളിൽ പിടി ജയിലിലിടുമെന്ന രീതിയിലുള്ള വലിയ ആവേശം കൊള്ളിക്കുന്ന രീതിയിലുള്ള പ്രചാരണത്തിനൊക്കെ NDA ക്യാമ്പുകൾ കഴിഞ്ഞു. കേന്ദ്രമന്ത്രിമാരുടെ ഒരു പ്രവാഹം തന്നെ നമ്മൾ കണ്ടതാണ്. NDA ക്യാമ്പിനെ അവസാന ലാപ്പിലൊക്കെ തന്നെ ആവേശം കൊള്ളിക്കുന്നു. ഒപ്പം തന്നെയും രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു. കോൺഗ്രസ് ക്യാമ്പ്, UDF ക്യാമ്പിന് ആവേശം കൊള്ളിക്കുന്ന രീതിയിൽ ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു ജില്ലകളിൽ. ഒപ്പം തന്നെയും ദേശീയ നേതാക്കൾ, കോൺഗ്രസിലെ ദേശീയ നേതാക്കൾ ഒന്നടങ്കം തന്നെയും തലസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് കേരളത്തിൽ വിവിധ ജില്ലകളിൽ തന്നെ പ്രചാരണം നടത്തുന്നു. ഒപ്പം CPM-നെ സംബന്ധിച്ച് അവരുടെ താരപ്രചാരകൻ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അതിനപ്പുറം പോളിറ്റ് ബ്യൂറോ അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ നേരത്തെ തന്നെ ക്യാമ്പടിച്ചു തന്നെയാണ് വിവിധ ജില്ലകളിലെ പ്രചാരണമൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ 3 നമ്മൾ കാണേണ്ടത് ഈ 3 മുന്നണികളും ബലാബലം നിൽക്കുന്ന മണ്ഡലങ്ങളിലായാലും തന്നെ സ്റ്റാർ കാറ്റഗറിയിൽപ്പെടുന്ന മണ്ഡലങ്ങളൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അവസാന നിമിഷങ്ങളിൽ. ഇവിടെ ഏതാണ് പ്രചാരണ വിഷയം എന്നതൊക്കെ തന്നെ കുറേ കാലമായി, അല്ലെങ്കിൽ ഈ അവസാന നിമിഷം വരെയും ഡീൽ ആരോപണവും പല SDPI വോട്ടുകൾ ചൊല്ലിയുള്ള തർക്കങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയും ഈ ഒരു വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വികസനങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല. എന്നാൽ വയനാട്ടിലെ ടൗൺഷിപ്പ് അല്ലെങ്കിൽ വയനാട്ടിലെ വീട് നിർമ്മാണത്തെ ചൊല്ലിയുള്ള ഒരു വികസന കാഴ്ചപ്പാടിലേക്ക് വന്നുവെങ്കിൽ പോലും LDF-ഉം UDF-ഉം തമ്മിലടിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കോൺഗ്രസിന്റെ വീടുകൾ എന്തായി എന്നൊരു ചോദ്യമൊക്കെ ഉയർത്തുന്നു, അതിന് മറുപടിയുമായി അവർ എത്തുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ അവസാന ലാപ്പിലാണ് ഈ ശബരിമല വിഷയമൊക്കെ വലിയ രീതിയിൽ ഉയർത്താനും ചോദ്യങ്ങൾ ഉയർത്താനും ഒക്കെ NDAക്ക് കഴിഞ്ഞു. എന്നതിനപ്പുറത്തേക്ക് യഥാർത്ഥ രാഷ്ട്രീയ വിഷയങ്ങളോ വികസന വിഷയങ്ങളോ ഒന്നും തന്നെയും ചർച്ചയായില്ല അവസാന ലാപ്പിൽ പോലും എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ അവസാനം കാത്തു നിൽക്കുന്ന ഈ 2 ദിവസം എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ്. ഈ രാഷ്ട്രീയം വോട്ട് ബാങ്കുകൾ, കൃത്യമായ വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കിയുള്ള ഒരു രാഷ്ട്രീയ പ്രചാരണത്തിലേക്കാകും ഇനിയുള്ള അവസാനം. കാരണം ഈ ലാസ്റ്റ് നിമിഷങ്ങളിലൊക്കെയാണ് എന്ത് വേണമെങ്കിലും അടിയൊഴുക്കൾ എപ്പോഴും സംഭവിക്കുന്നത് അവസാന ദിവസങ്ങൾ, ലാപ്പുകളിലുമാണ് എല്ലാ തെരഞ്ഞെടുപ്പിലും. അതുകൊണ്ട് തന്നെ അത് കൃത്യമായി വോട്ടർമാരെ ഏതൊക്കെ വിഷയങ്ങളാണ് സ്വാധീനിക്കുന്നതെന്നൊക്കെ തന്നെ അറിയാം. അതൊക്കെ തന്നെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അവസാനത്തെ 2-3 ദിവസങ്ങളെന്ന് പറയുന്നത് ഇന്ന് ഈ ദിവസം നമ്മൾ കണ്ടതും അത് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിലേക്കായിരിക്കും ഇനിയുള്ള നാളെയും മറ്റന്നാളും ഒക്കെ തന്നെ വലിയ രീതിയിൽ പ്രചാരണം കൊഴിപ്പിക്കുക. ദേശീയ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ക്യാമ്പടിക്കുന്നു. അമിത്ഷാ പോയിട്ടില്ല, അദ്ദേഹം തലസ്ഥാനത്ത് തന്നെയുണ്ട്. അദ്ദേഹം നാളെ രാവിലെ ഇവിടെ മാരാർജി ഭവനിൽ പതാക ഉയർത്തുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് പ്രചാരണ പരിപാടിയുണ്ട്. എവിടെയൊക്കെയാണോ ഈ പ്രധാനമായും ട്രയാങ്കുലർ ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിക്കുന്നു NDA. അതോടൊപ്പം തന്നെ LDF ആയാലും UDF ആയാലും അവസാന ലാപ്പിൽ ഓടി നടന്ന പ്രചാരണത്തിന് കാരണം ആവേശം നിറയ്ക്കുകയാണ് ഏറ്റവും അവസാനം. കാരണം എന്തൊക്കെ സംഭവിക്കുമെന്ന് തന്നെ പറയാൻ പറ്റില്ല. ഇന്നും ഈ നിമിഷം പോലും പല സർവേകളും, മാധ്യമങ്ങളുടെ സർവേകളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് UDF. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ് 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ തിരിച്ചു വരും. അത് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. സർവേകളെ മുഴുവൻ അദ്ദേഹം തള്ളിക്കളയുകയാണ്. കാരണം ഒരു
ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന രീതിയിലാണ് പലപ്പോഴും സർവേകൾ, ഈ അവസാനത്തെ പുറത്തുവന്ന സർവേകൾ പലതും പറയുന്നത്. അത് പൂർണ്ണമായും UDF തള്ളിക്കളയുന്നു. ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമില്ല. ശരി, പരസ്യ പ്രചാരണത്തിന് ഇനി 2 നാൾ മാത്രമേ ഉള്ളൂ. അൺഫ്ലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ ഡീൽ വിവാദം, അനൗൺസ്മെന്റ് വിവാദം, ശബരിമല സ്വർണ്ണക്കൊള്ള, വയനാട് പുനരധിവാസം, അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ്. ഇനിയുള്ള ദിവസമാണ് അടിയൊഴുക്കുകളും അട്ടിമറികളും ഒക്കെ സംഭവിക്കുക. അത് ഏത് രീതിയിൽ മറികടക്കും? അങ്ങനെ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, മുന്നണികളും, സ്ഥാനാർത്ഥികളും ഒക്കെ. UDFിനൊരു ട്രെൻഡുണ്ട്. ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് സർവേകളെയൊക്കെ തള്ളുകയാണ് UDF. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൺഫ്ലിറ്റ് ഡിസൂസ. NDA ക്യാമ്പിന് ആവേശം പകർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രചാരണം. NDA അധികാരത്തിലെത്തിയാൽ 2 വർഷത്തിനുള്ളിൽ എയിംസ് യാഥാർത്ഥ്യമാക്കും. ഭരണം കിട്ടിയാൽ 2 മാസത്തിനുള്ളിൽ ശബരിമല സ്വർണ്ണക്കൊള്ളക്കാരെ ജയിലിലാക്കുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി. വഖഫ് നിയമ ഭേദഗതി ഉൾപ്പെടെ ക്രൈസ്തവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്നും ക്രിസ്തുവിന്റെ അനുയായികൾ NDAക്ക് വോട്ട് ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രിക്ക് പിന്നാലെ കേരളത്തിലെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അതിരൂക്ഷമായ ഭാഷയിലാണ് ഇടത് വലത് മുന്നണികളെ വിമർശിച്ചത്. രാഹുൽ ഗാന്ധിയെയും പിണറായിയെയും വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി എല്ലാവരോടും നീതി, ആരോടും പ്രീണനമില്ല എന്നതാണ് BJPയുടെ നയമെന്ന് പറഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതും വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നതും BJPയാണ്. ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അവരുടെ ഭൂമി ലഭിക്കാൻ ഭേദഗതിയിലൂടെ കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അധികാരം കിട്ടിയാൽ 2 വർഷത്തിനുള്ളിൽ എയിംസ് യാഥാർത്ഥ്യമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. भारतीय जनता पार्टी की सरकार ही वक़्फ़ अमेंडमेंट बिल को लेकर आई। हमारे एर्नाकुलम में ही 600 क्रिश्चियन और हिंदू परिवार की 400 एकड़ 400 एकड़ भूमि वक़्फ़ बोर्ड ने हड़प कर ली थी। जब वक़्फ़ अमेंडमेंट बिल पार्लियामेंट में चर्चा हो रहा था, ये 600 क्रिश्चियन परिवारों की भूमि के लिए LDF UDF एक शब्द नहीं बोले, उनके मन में डर था। केरलम में पहला एम्स 2 साल के भीतर बनाकर केरलम के लिए खुला रख दिया जाएगा. CPM കോൺഗ്രസ് കൂട്ടുകെട്ടിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അധികാരത്തിലെത്തിയാൽ 2 മാസത്തിനുള്ളിൽ സ്വർണ്ണക്കൊള്ളക്കാരെ മുഴുവൻ ജയിലിലാക്കുമെന്നും വ്യക്തമാക്കി. മോഷ്ടിച്ചവരും അത് വിൽക്കാൻ ശ്രമിച്ചവരും അകത്താകും. भाइयों बहनों, इस सबरीमाला का सोना जिन्होंने लूटा है उनको जेल में डालना चाहिए या नहीं डालना चाहिए? बड़ा सरल रास्ता है. ना UDF उनको पकड़ेगी, ना LDF. सबरीमाला सोना चोरी के मामले में CBI को केस सौंपकर 60 दिन के अंदर सच्चे दोषियों को जेल की सलाखों के पीछे ले जाया जाएगा. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പല പദ്ധതികളും പേരുമാറ്റി സ്വന്തം പദ്ധതിയായി പിണറായി വിജയൻ അവതരിപ്പിക്കുകയാണെന്ന് അമിത്ഷാ പരിഹസിച്ചു. രാഹുൽ ഗാന്ധി നിരന്തരമായി നുണ പറയുകയാണെന്നും അന്താരാഷ്ട്ര വിഷയങ്ങളുടെ പേരിൽ രാഹുൽ പറയുന്ന നുണ ഗൾഫിലെ പ്രവാസി ഇന്ത്യക്കാരെയാണ് ബാധിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ A ടീം BJP ആണെന്നും B ടീം കോൺഗ്രസും CPM ആണെന്നും കേരളത്തിൽ ശത്രുക്കളായവർ രാജ്യത്ത് മുഴുവൻ ഒന്നിച്ചാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലെ പരിപാടിയിൽ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ചിത്രം അമിത്ഷായ്ക്ക് 2020 ചീഫ് കോർഡിനേറ്റർ സാബുവും ജേക്കബ് സമ്മാനിച്ചു. 10,000-കണക്കിന് പ്രവർത്തകരാണ് അമിത്ഷായുടെ സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട് ജില്ലയിലും NDA ക്യാമ്പിന് ആവേശം പകർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിരുന്നു അമിത്ഷാ കോഴിക്കോടെത്തിയത്. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കാണാനായി റോഡിനിരുവശവും കാത്തിരുന്നത്. കോഴിക്കോട് ബേപ്പൂരിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ആദ്യ റോഡ് ഷോ നടന്നത്. ബേപ്പൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി പ്രകാശ് ബാബുവിന് വേണ്ടിയായിരുന്നു പ്രചാരണം. രാവിലെ 11 മണിക്ക് മാത്തോട്ടത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ നടുവട്ടം പാൽ കമ്പനിക്ക് സമീപം അവസാനിച്ചു. MD രമേശ് ഉൾപ്പെടെയുള്ള മുതിർന്ന BJP നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുത്തു. തുറന്ന വാഹനത്തിൽ നടത്തിയ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരാണ് പങ്കെടുത്തത്. 10 മണിയോടെ പരിപാടി ആരംഭിക്കുമെന്ന് അറിയിച്ചെങ്കിലും റോഡിന് ഇരുവശവും ബലൂണുകളും കൊടിയുമേന്തി പ്രിയ നേതാവിനെ കാണാൻ നിരവധി പേരാണ് എത്തിച്ചേർന്നത്.
ആവേശകരമായ റോഡ് ഷോയ്ക്ക് ശേഷം അമിത്ഷാ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് മടങ്ങി. അമൃത ന്യൂസ്, കോഴിക്കോട്. സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ഇന്നും താരപ്രചാരകർ സജീവമായിരുന്നു. കേരളത്തിലെ സമാധാന അന്തരീക്ഷം ഭീഷണിയിലാണെന്ന് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ. LDFും BJPയും ഒരേ ധാരണയിൽ പ്രവർത്തിക്കുന്നു. പിണറായിയും മോദിയും ഒരേ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിണറായി വിജയൻ കേരളത്തിന്റെ മോദിയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ഏലപ്പാറയിൽ UDF തെരഞ്ഞെടുപ്പ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Law and order concerns, increasing incidents of political violence and deteriorating law and order have created fear among citizens. Kerala's tradition of peace is under threat. Nexus of BJP and left. They tell that they attack Congress, but today the left and BJP both are going together to pursue the people of Kerala. കണ്ണൂരിൽ UDF ക്യാമ്പിന് ആവേശം പകർന്നത് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആയിരുന്നു. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF സഖ്യം അധികാരത്തിൽ വരുമെന്നും പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം പരാജയമാണെന്നും ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂരിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ K സുധാകരൻ MPയും പങ്കെടുത്തു. Kerala UDF is going to win 2/3 majority. People have lost faith in the governance, administration. Employment is going to the peak. Every year 25 lakh of youths are leaving the state for employment. There is no program by the LDF on unemployment. Especially the trust has been lost on Swami Ayyappan gold theft case. തുടർച്ചയായി ചിലർ പാർട്ടി വിട്ടു പോകുന്നത് തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ തുടരേണ്ടതുണ്ട് എന്നതിനെ ചൂണ്ടിക്കാട്ടുന്നതാണെന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. G സുധാകരന്റെ വ്യക്തിത്വത്തിൽ വലിയ തകർച്ചയുണ്ടായതുകൊണ്ടാണ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതെന്നും മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിട്ടത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPIM വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന് ചിലർക്ക് വിലയിരുത്താം. G സുധാകരൻ സഖാവ് യഥാർത്ഥത്തിൽ പാർട്ടി ഉപേക്ഷിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് കോൺഗ്രസിന്റെ പാളയത്തിൽ പോയിരിക്കുകയല്ലേ. എത്ര വലിയൊരു തകർച്ചയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പാർട്ടി എന്തെങ്കിലും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ടോ, തിരുത്തേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നുള്ളതാണ് അഭിപ്രായം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്, തെറ്റുതിരുത്തൽ എന്ന് പറയുന്നതാണ്. അത് ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലും നടന്നിട്ടുള്ളതാണ്, നടക്കേണ്ടതാണ്. CPIM ആകട്ടെ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്, അടിയന്തരമായി പാർട്ടി കോൺഗ്രസ് തീരുമാനങ്ങൾ നടപ്പാക്കാനുള്ള നടപടികൾ കൈക്കൊള്ളുന്നതിൻ്റെ ഭാഗമായി തെറ്റുതിരുത്തൽ പ്രക്രിയ പാർട്ടിയിൽ തുടരേണ്ടതുണ്ട്. പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കിയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണയും വിജയം തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല. ലഭിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസ് BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ മാത്രമേ സംഭവിക്കൂ എന്നും CPM സംസ്ഥാന സെക്രട്ടറി. കേരളത്തിലുടനീളം നടന്നുവരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംഘടനാ പ്രവർത്തനവും രാഷ്ട്രീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളും വളരെ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൻ വിജയം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടും. ഒറ്റ സീറ്റും പിടിക്കില്ല. പ്രവചനമൊക്കെ പലതും നടക്കും. ആ പ്രവചനത്തിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ലാസ്റ്റ് റൗണ്ടിലേക്ക് കടക്കുമ്പോൾ കിറ്റ് വിവാദവും വലിയ രീതിയിൽ ചർച്ചയാകുന്നു. തൃശൂർ മണലൂർ മണ്ഡലത്തിൽ വീണ്ടും BJPയുടെ കിറ്റ് വിതരണമെന്ന് ആരോപണം. വാടാനപ്പള്ളി സെന്ററിനടുത്ത് പ്രവർത്തിക്കുന്ന ചാമ്പ്യൻസ് എന്റർപ്രൈസസ് എന്ന സ്ഥാപനത്തിലാണ് കിറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 1500-ലധികം കിറ്റുകളാണ് പാക്ക് ചെയ്തു വെച്ചിരിക്കുന്നത്. സ്ഥലത്ത് LDF UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു.
സാന്ത്വനം സാംസ്കാരിക സംഘടന വഴി വിതരണം ചെയ്യാനാണ് കിറ്റുകൾ തയ്യാറാക്കിയതെന്നായിരുന്നു സ്ഥാപന ഉടമയുടെ വിശദീകരണം. എന്നാൽ UDF പ്രവർത്തകർ സാന്ത്വനം സംഘടനയുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത്തരത്തിലൊരു കിറ്റ് വിതരണത്തിന്റെ വിവരം ലഭിച്ചിട്ടില്ലെന്ന മറുപടിയാണ് ലഭിച്ചത്. മണലൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ, LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടങ്ങിയവർ സ്ഥലത്തെത്തി പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സ്ഥലത്ത് പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായതോടെ പോലീസ് ഇടപെട്ട സ്ഥിതി ശാന്തമാക്കി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദേവൻ, BJP ജില്ലാ നേതാവ് ഭഗീഷ് പൊരാടൻ എന്നിവർ സൂപ്പർ മാർക്കറ്റ് ഗോഡൌണിനോട് ചേർന്ന സ്ഥാപന ഉടമയുടെ വീട്ടിൽ സന്ദർശനം നടത്തുന്ന സമയത്താണ് പ്രതിഷേധമുണ്ടായത്. വീടിന് പുറത്തിറങ്ങാൻ ശ്രമിച്ച ദേവനെയും ഭഗീഷിനെയും UDF പ്രവർത്തകർ തടഞ്ഞുവെച്ചു. തുടർന്ന് പോലീസ് ഇവരെ വീട്ടിനുള്ളിലേക്ക് മടക്കി അയച്ചെങ്കിലും ഇരുവരും ബാൽക്കണിയിൽ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയും UDF പ്രവർത്തകരുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് സ്ഥാപന ഉടമ പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം BJP പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തതായി TN പ്രതാപൻ ആരോപിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച TN പ്രതാപനെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. BJPയുടെ ജയസാധ്യത തിരിച്ചറിഞ്ഞ TN പ്രതാപന്റെ ക്രൂര മനസ്സിൽ ഉരുത്തിരിഞ്ഞ സൂത്രവാക്യമാണ് ഈ സംഭവത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. പെരുമാറ്റച്ചട്ടം ലംഘിച്ച സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തിനെതിരെ സ്റ്റേറ്റ് ഇലക്ഷൻ ഓഫീസർക്കും മണലൂർ റിട്ടേണിംഗ് ഓഫീസർക്കും UDFന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് പരാതി നൽകി. അമൃത ന്യൂസ്, തൃശൂർ. തൃശൂരിലെ തെരഞ്ഞെടുപ്പിനോടടുപ്പിച്ച് കിറ്റ് വിതരണം ചെയ്ത സംഭവം കിറ്റുകൾ BJP നൽകിയതല്ലെന്ന് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ. LDFന്റെ പരാതി വ്യാജമാണ്, താൻ ഒന്നും അറിഞ്ഞിട്ടില്ലെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി. എനിക്കൊരു വ്യക്തമായിട്ടുള്ള ധാരണയില്ല. ഞാൻ വല്ലതും ഇടപെട്ടാലല്ലേ എനിക്കറിയുള്ളൂ. അത് തെറ്റായിട്ടുള്ളൊരിതാണെന്നാണ് എനിക്ക് തോന്നിയത്. അങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ ഞാനറിയില്ലേ, ഞാൻ അറിഞ്ഞിട്ടില്ല. അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ചേച്ചിയുടെ കോൺഫിഡൻസ് ലെവൽ എങ്ങനെയാണ്? എത്രത്തോളം റെസ്പോൺസ്? നല്ല കോൺഫിഡൻസ് ഉണ്ട്. കർണാടകയിലെ കുടകിൽ കാണാതായ ശരണ്യയെ കണ്ടെത്തിയതോടെ ആശ്വാസ തീരമണഞ്ഞ കുടുംബം. കഴിഞ്ഞ 4 നാളായി ശരണ്യയുടെ മടങ്ങിവരവിനുള്ള കാത്തിരിപ്പിലായിരുന്നു കുടുംബവും നാടും. ഞായറാഴ്ച വൈകിട്ടോടെയാണ് ശരണ്യയെ കാട്ടിൽ നിന്നും കണ്ടെത്തിയത്. മകൾക്ക് ആപത്തൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയിലായിരുന്നു ശരണ്യയുടെ അമ്മയും അച്ഛനും. ഒടുവിൽ താൻ സുരക്ഷിതയാണെന്ന് അവളുടെ ശബ്ദം ഫോണിലൂടെ കേട്ടപ്പോൾ അമ്മ നിയന്ത്രണം വിട്ടു കരയുകയായിരുന്നു. മകൾ മടങ്ങി വരുന്നുവെന്ന് കേട്ടതോടെ കുടുംബവും നാട്ടുകാരും ഉൾപ്പെടെ സന്തോഷ വാർത്തയ്ക്കൊപ്പം കൂടി. വളരെ ആഹ്ലാദകരമായ ഒരു വാർത്ത നമുക്ക് കിട്ടി. ആ നിമിഷത്തിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം, സന്തോഷത്തിന്റെ കരച്ചിലാണ്. അപ്പോൾ നാട് മുഴുവൻ അതിനകത്ത് സന്തോഷിക്കുന്നു. ശരണ്യ ഇനിയും സഞ്ചരിക്കുന്ന ഉറപ്പാണ്, പക്ഷെ കുറെ കൂടി സുരക്ഷിതമായി സഞ്ചരിക്കണം എന്നുള്ളതാണ്. ഏപ്രിൽ 2-ാം തീയതി കുടകിലെ പ്രശസ്തമായ തടിയൻഡമോൾ മലയിലാണ് ശരണ്യ ട്രക്കിങ്ങിനായി എത്തിയത്. മല കയറുന്നതിനിടെ തനിക്ക് വഴി തെറ്റിയതായി ഉച്ചയോടെ ശരണ്യ തന്റെ താമസ സ്ഥലത്തേക്ക് വിളിച്ചറിയിച്ചിരുന്നു. പിന്നീട് വിവരങ്ങൾ ഇല്ലാതായതോടെയാണ് വനം വകുപ്പ് പരിശോധന നടത്തിയത്. സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം രൂപീകരിച്ച് ഡ്രോൺ പരിശോധന ഉൾപ്പെടെ നടത്തിയാണ് ശരണ്യയെ കണ്ടെത്തിയത്. വഴിതെറ്റി ഒറ്റപ്പെട്ട താൻ ഒരു അരുവിക്ക് സമീപത്തെ പാറക്കൂട്ടത്തിലാണ് അഭയം തേടിയതെന്ന് ശരണ്യ പ്രതികരിച്ചിട്ടുണ്ട്. കുടകിലെ ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ശരണ്യയെ ഉടൻ നാദാപുരത്തെ വീട്ടിലെത്തിക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ ഇറാനിൽ നിന്ന് കൂടുതൽ LPG എത്തിക്കാൻ ഇന്ത്യ. ഇന്ധനവുമായി ഒരു ഇന്ത്യൻ കപ്പൽ കൂടി ഹോർമൂസ് കടന്നു. അതേസമയം ഇറാനിൽ തകർന്നു വീണ സൈനിക വിമാനത്തിലെ 2ാമത്തെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയെന്ന് അമേരിക്ക അറിയിച്ചു. അതിനിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഇറാൻ. കുവൈറ്റിൽ 2 പവർ പ്ലാന്റിലേക്കും ബഹ്റൈനിലും അബുദാബിയിലും ഇന്നും ആക്രമണമുണ്ടായി. രൂക്ഷമായി തുടരുന്ന ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഇന്ത്യ. കൂടുതൽ LPG ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ രാജ്യത്തേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. അതിനായുള്ള നീക്കങ്ങൾ രാജ്യം ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ വൻ വർധനവുണ്ടായിട്ടുണ്ട്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചതോടെ പെട്രോളിയം വാതക ഇറക്കുമതിയിൽ 40% കുറവുണ്ടായി. 2025 ഡിസംബറിലും 2026 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നന്നേ കുറഞ്ഞിരുന്നു. അതിനിടെ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുകയാണ് ഇറാൻ. കുവൈറ്റിലെ പ്രധാന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഞായറാഴ്ച ഡ്രോൺ ആക്രമണത്തിന് ഇരയായി. കുവൈറ്റ് പെട്രോളിയം കോർപ്പറേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് സമുച്ചയം ലക്ഷ്യമിട്ട ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായതും കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടം സംഭവിച്ചതുമാണെന്ന് അധികൃതർ അറിയിച്ചു. ബഹ്റൈനിലും അബുദാബിയിലും ഇന്നും ആക്രമണ ശ്രമമുണ്ടായി. അതിനിടെ ഇറാനിൽ തകർന്നു വീണ അമേരിക്കൻ യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ അമേരിക്കൻ സൈന്യം രക്ഷപ്പെടുത്തി.
ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ അകപ്പെട്ടുപോയ കേണൽ പദവിയിലുള്ള ഉദ്യോഗസ്ഥനെയാണ് അതീവ രഹസ്യമായ നീക്കത്തിലൂടെ പുറത്തെത്തിച്ചത്. ദൗത്യം വിജയകരമാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഈ രക്ഷാപ്രവർത്തനത്തിനിടെ അമേരിക്കയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശവുമായി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. ഈസ്റ്റർ ദിന പ്രത്യേക കുർബാനയ്ക്കും ശുശ്രൂഷകൾക്കും ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാർ നേതൃത്വം നൽകി. വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് യാക്കോബായ സഭാ ശ്രേഷ്ഠ കാത്തോലിക്ക മാർ ബസേലിയോസ് ജോസഫ് ബാവ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണയിൽ ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഈസ്റ്റർ ആഘോഷിച്ചു. അർദ്ധരാത്രി മുതൽ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. സിറോ മലബാർ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന്റെ നേതൃത്വത്തിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ പരാമർശിച്ചുകൊണ്ടായിരുന്നു മാർ റാഫേൽ തട്ടിലിന്റെ ഈസ്റ്റർ ദിന സന്ദേശം. ആരാണ് വലുതെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മേഖല യുദ്ധത്തിന്റെ മുനമ്പായിട്ട് മാറിയിരിക്കുകയാണ്. ആർക്കും ഒന്നിനും കുറവുണ്ടായിട്ടല്ല, ആരാണ് വലുതെന്നുള്ള ചോദ്യത്തിന്റെ മറുപടി കിട്ടാത്തതാണ് അവിടുത്തെ പ്രശ്നങ്ങളുടെ മുഴുവൻ മൂലകാരണം. നമ്മുടെ സമൂഹങ്ങളിൽ ചേരിതിരിവുകൾ, നമ്മുടെ കലാപങ്ങളുടെ മുഴുവൻ കാരണങ്ങൾ, അത് സത്യം പറഞ്ഞാൽ സ്വാർത്ഥതയുടെ മതിലുകൾ പണിയാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമത്തിന്റെ പരിണത ഫലമാണ്. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കെ വിശുദ്ധ ദിനങ്ങളിൽ പോലും വിശ്വാസികൾക്ക് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാത്തത് അത്യന്തം ദൗർഭാഗ്യകരമാണെന്ന് ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലിത്തയുമായ മോർ ബസേലിയോസ് ജോസഫ് ബാവ ഈസ്റ്റർ ദിന സന്ദേശത്തിൽ പറഞ്ഞു. പള്ളികളിൽ ഓർത്തഡോക്സ് വിഭാഗം സെമിത്തേരി പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നുവെന്ന് ബാവ ആരോപിച്ചു. ഇത് ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിക്കാത്ത പ്രവണതയാണെന്നും നീതി നിഷേധിക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കണമെന്നും ബാവ ആവശ്യപ്പെട്ടു. നെല്ലിമോളം സെന്റ് മേരീസ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. ശാന്തതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനിയും വളരെ ദൂരം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. അവിടെയെല്ലാം സഹിഷ്ണുതയോടുകൂടിയാണ്, സമചിത്തതയോടുകൂടിയാണ് ഓരോ വിഷയങ്ങളും സഭ ഇടപെടുന്നത്. നമുക്കൊരു സന്ദർഭത്തിൽ നമ്മുടെ ദേവാലയങ്ങൾ കുറെ നഷ്ടപ്പെട്ടു, താൽക്കാലികമായി നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ നമ്മൾ അതിനെ കാണുന്നുള്ളൂ. നീതിപൂർവമായി സഭയെ കേൾക്കുന്നതിന്, സഭയുടെ സത്യങ്ങൾ മനസ്സിലാക്കുന്നതിന്, ബോധ്യപ്പെടുന്നതിനും ബഹുമാനപ്പെട്ട കോടതികൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് ആശ്വാസപ്രദമാണ്. ലോകത്തിൽ യുദ്ധവും സംഘർഷവും മാറി സമാധാനമുണ്ടാകട്ടെ എന്ന് ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. സംഘർഷം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് പ്രവാസികളെയാണ്. സമാധാനത്തിന്റെ ദൂതരായി പ്രവർത്തിക്കേണ്ടവർ സംഹാരത്തിന്റെ ദൂതരായി മാറുന്നത് വിരോധാഭാസമാണെന്നും കാതോലിക്ക ബാവ പറഞ്ഞു. പാമ്പാടി മാർ കുര്യാക്കോസ് ദേറായിൽ നടന്ന ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാ നമസ്കാരത്തോടെയാണ് ഉയർപ്പ് പെരുന്നാൾ ചടങ്ങുകൾ ആരംഭിച്ചത്. ഇന്ന് പുലർച്ചെ 2 മണിക്ക് രാത്രി നമസ്കാരവും തുടർന്ന് ഉയർപ്പ് പ്രഖ്യാപനവും നടന്നു. 4 മണിക്ക് ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകളും തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു. 100 കണക്കിന് വിശ്വാസികളാണ് പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ലോകം നേരിടുന്ന വെല്ലുവിളികളെയും യുദ്ധ സാഹചര്യങ്ങളെയും മുൻനിർത്തി സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശം നൽകി ലിയോ 14 മാർപ്പാപ്പ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടരുന്ന ആയുധങ്ങളുടെ മുഴക്കം നിലയ്ക്കണമെന്നും സമാധാനത്തിന്റെ പാത തിരഞ്ഞെടുക്കാൻ രാഷ്ട്രത്തലവന്മാർ തയ്യാറാകണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. തർക്കങ്ങൾ പരിഹരിക്കാൻ ആയുധങ്ങൾക്കല്ല, മറിച്ച് തുറന്ന സംഭാഷണങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കുമാണ് പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദ്വേഷത്തെയും വെറുപ്പിനെയും പുറത്താക്കണമെന്നും മാർപ്പാപ്പ പറഞ്ഞു. Il diacono all'inizio di questa celebrazione ha inneggiato alla luce di Cristo risorto, simboleggiata nel cero pasquale. Da quest'unico cero
tutti abbiamo acceso i nostri lumi e ciascuno portando una fiammella attinta allo stesso fuoco abbiamo illuminato questa grande basilica. È il segno della luce pasquale che ci unisce nella Chiesa come lampade per il mondo. All'annuncio del diacono abbiamo risposto Amen, affermando il nostro impegno ad abbracciare questa missione. സംസ്ഥാനത്ത് വീണ്ടും അവയവദാനം. വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാലിന്റെ ഹൃദയം ഉൾപ്പെടെ 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്. ഹൃദയം എയർ ആംബുലൻസിലാണ് കോട്ടയത്ത് എത്തിച്ചത്. 6 പേർക്ക് പുതുജീവൻ നൽകിയാണ് തിരുവനന്തപുരം സ്വദേശി കൃഷ്ണലാൽ യാത്രയായത്. അപകടത്തിൽ മസ്തിഷ്ക മരണം സംഭവിച്ച കൃഷ്ണലാലിന്റെ 6 അവയവങ്ങൾ ദാനം ചെയ്തു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലിരിക്കവെയാണ് മസ്തിഷ്ക മരണമുണ്ടായത്. തുടർന്ന് അവയവദാനത്തിന് കുടുംബാംഗങ്ങൾ സമ്മതിച്ചതോടെയാണ് നടപടികൾ ആരംഭിച്ചത്. കിംസ് ആശുപത്രിയിൽ നിന്നും ഹൃദയം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എയർ ആംബുലൻസ് സംവിധാനം വഴി എത്തിച്ചു. ഒരു വൃക്ക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മറ്റൊരു വൃക്കയും കരളും തിരുവനന്തപുരം കിംസിലേക്കും നേത്രപടലങ്ങൾ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്കും ദാനം ചെയ്തു. തിരുവനന്തപുരം ഒരുവാതിൽ കോട്ടയിൽ വെച്ച് 1-ാം തീയതി നടന്ന അപകടത്തിലാണ് വെൽഡിംഗ് തൊഴിലാളിയായ കൃഷ്ണലാലിന് ഗുരുതരമായി പരിക്കേറ്റത്. കൃഷ്ണലാൽ സഞ്ചരിച്ച സൈക്കിളിൽ കാർ ഇടിക്കുകയായിരുന്നു. നഷ്ടം കുടുംബത്തിനാണെന്നും കുറ്റക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും കൃഷ്ണലാലിന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു. പ്രശ്നമൊന്നല്ല, നമ്മൾ സംസാരിച്ചു മാക്സിമം അവരായിട്ട്. അപ്പം അവർ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാക്കി വിട്ടുകൊണ്ടിരുന്നു. അതായത് രാത്രി ഒരാള് വെള്ളം, അതായത് വണ്ടിക്കകത്ത് ഫുള്ള്, വണ്ടിയിൽ ബോട്ടിലുണ്ടായിരുന്നു, മദ്യത്തിന്റെ കുപ്പി ഉണ്ടായിരുന്നു, ഗ്ലാസ് ഉണ്ടായിരുന്നു, വെള്ളം എല്ലാം ഉണ്ടായിരുന്നു. ഇതിന് ഫുൾ സപ്പോർട്ടാണ് അവനോട് സ്റ്റേഷനിൽ ഫുൾ സപ്പോർട്ട്. സാറേന്ന് വിളിച്ചിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. പിന്നെ അന്ന് വൈകിട്ടോടെ പ്രശ്നം അതിന് ശേഷം റിമാൻഡ് ആക്കുന്നു. പിന്നെ അവർ ആദ്യം പറഞ്ഞ് ഇവിടെ കിംസിൽ കൊണ്ടുവരുമ്പം അവർ ഫുൾ ട്രീറ്റ്മെൻറ്റ് അവർ ചെയ്യാനാണ് ഈ വണ്ടി ഇടിച്ച ആളെ വൈഫും പുള്ളിക്കാരനും പറഞ്ഞു. പിറ്റേന്ന് രാവിലെ നമ്മളെ വിളിച്ചപ്പോൾ അവർ ഫോൺ എടുക്കുന്നില്ല. അന്ന് രാത്രി ഇവിടെ വന്നിട്ട് പോയിട്ട് പിന്നെ അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പം പിന്നെ നഷ്ടം നമുക്ക് തന്നെയാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. IPL-ലെ ഇന്നത്തെ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിന് തകർത്ത് ലക്നോ സൂപ്പർ ജയൻസിന് സീസണിലെ ആദ്യ ജയം. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് ഉയർത്തിയ 157 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് വീശിയ ലക്നോ 1 പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി. 50 പന്തിൽ 68 റൺസുമായി പുറത്താകാതെ നിന്ന ക്യാപ്റ്റൻ ഋഷഭ് പന്താണ് ടീമിന്റെ വിജയശില്പി. ഓപ്പണർ ഏഡൻ മാർക്രം 27 പന്തിൽ 45 റൺസ് എടുത്ത് മികച്ച തുടക്കം നൽകിയപ്പോൾ മിച്ചൽ മാർഷും ആയുഷ് ബദോനിയും നിക്കോളസ് പുരാനും നിരാശപ്പെടുത്തി. ഹൈദരാബാദിനായി ഹർഷ് ദുബെ 18 റൺസിന് 2 വിക്കറ്റ് എടുത്തു. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 251 റൺസിന്റെ വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത RCB ദേവദത്ത് പടിക്കലിന്റെയും ടിം ഡേവിഡിന്റെയും രജത് പാട്ടിദാറിന്റെയും ബാറ്റിംഗ് മികവിൽ 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 250 റൺസ് എടുത്തു. ഈ സീസൺ IPL-ലെ ഏറ്റവും ഉയർന്ന ടീം സ്കോറാണിത്. മറുപടി ബാറ്റിംഗിൽ ചെന്നൈയുടെ മുൻനിര ബാറ്റർമാരെല്ലാം പുറത്തായി. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും നിരാശപ്പെടുത്തി. കേവലം 9 റൺസ് മാത്രമേ സഞ്ജുവിന് നേടാൻ കഴിഞ്ഞുള്ളൂ.